ഹലോ ഹായ് നമസ്കാരം. കാരണം വീണ്ടും മൊബൈലിൻ്റെ റീചാർജിൻ്റെ പൈസ കൂട്ടുകയാണ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ വാർത്ത വന്നിട്ട് അതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ കാണണം. പ്രതിഷേധം, അതായത് പൈസ കൂട്ടുന്നതിലുള്ള പ്രതിഷേധം. ഞാനൊന്ന് പറയട്ടെ, ഒരു പൈസയും കൂട്ടാതെ ഇപ്പോൾ ഓൺലൈൻ റീചാർജാണ് ഒരുവിധം ആളുകളും ചെയ്യണത്. അവരതിന് 2 രൂപ ഈടാക്കുന്നുണ്ട്. അതിനെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. തൊട്ടടുത്ത കടയിൽ ചെന്ന് ചെയ്ത് കഴിഞ്ഞാൽ 3.5 രൂപ, 100 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ 3.5 രൂപ കടക്കാരന് കിട്ടും. പക്ഷെ അതുപോലും ചെയ്യാതെ നമ്മൾ ഓൺലൈനിൽ ചെയ്യും. 2 രൂപ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഓൺലൈൻകാരപ്പോൾ 5 രൂപ, 100 രൂപയ്ക്ക് 5 രൂപയും കൊണ്ടാണ് അവർ പോണത്. ഇന്നിപ്പോൾ കമ്പനിക്കാർ പൈസ കൂട്ടിയപ്പോഴാണ് ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയത്. ഒരു കാര്യമില്ലാണ്ട് 2 രൂപ കൊടുക്കുക, പക്ഷേ കമ്പനിക്കാർ കൂട്ടുമ്പോൾ മാത്രം പ്രതിഷേധം. ഇപ്പോൾ ഇത് എത്ര കൂട്ടിയാലും ആളുകൾ എന്തായാലും ഇനി ഓൺലൈനിൽ തന്നെ ചെയ്യുള്ളൂ. ഇപ്പോൾ ഓൺലൈനിൽ റീചാർജ് ഇപ്പോൾ ഗൂഗിൾ പേ 2 രൂപ എന്നുള്ള 3 രൂപ ആക്കിയാലും ആളുകൾ കടയിൽ പോയി ചെയ്യൂല. ഇപ്പോൾ അതങ്ങനെ ശീലമായിപ്പോയി. നമ്മൾ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാകും, ഫോണായാലും ഡ്രസ്സായാലും മറ്റുള്ളതായാലും. പക്ഷേ ഇത് റീചാർജ് ചെയ്യണതിൽ നമുക്കൊരു ലാഭവും ഇല്ല. നമുക്ക് ഒരു കടക്കാരന്, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കടക്കാരന് ആ പൈസ കിട്ടണേ. അപ്പം എൻ്റെ അറിവിൽ ഇപ്പോൾ പല കടക്കാരും അത് നിർത്തിപ്പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത് പറയാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്തത്. എന്താ, നമ്മുടെ കച്ചവടം നമ്മൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണ്ടേ? ഇങ്ങനെയൊക്കെ എത്തല്ലല്ലോ പറ്റുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ.